നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് u = ax+b ആണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3 മാർക്കിൻ്റെ തന്നെ പ്രോബ്ലം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു. ദെൻ ഇവിടെ പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ, ഒരു ആൻസർ എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ആൻസർ. അതും 3 മാർക്കിൻ്റെ വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ദി സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റോഡ് ഓഫ് ലെങ്ത് 30 സെൻറ്റിമീറ്റർ. ലെങ്ത് അവിടെ 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. If the endpoints of the rod are kept at 20 and 80 degree respectively. 20 and 80 degree respectively. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഡെറിവേഷനിൽ ചെയ്ത കോമൺ സ്റ്റെപ്സ് അവിടെ എഴുതണം. ഹീറ്റ് ഇക്വേഷൻ ഇതാണ്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ∂u/∂t 0 ആണ്. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ∂2u/∂x2 = 0 കിട്ടും. അത് രണ്ട് സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ u ഈസ് ഓഫ് ദി ഫോം ax+b. ഇനി എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ അവിടെ ലെങ്ത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ ആണ് എന്ന്. ബി എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് ഇനീഷ്യൽ പോയിന്റിലെ ടെമ്പറേച്ചർ, സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടെമ്പറേച്ചർ ആയിരിക്കും ബി. ബി എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടെമ്പറേച്ചർ ആയിരിക്കും. അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത്രയൊന്നും നോക്കണ്ട. ബി ഈസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ഇനീഷ്യൽ പോയിന്റ്. ആൻഡ് എ എന്ന് പറഞ്ഞ പോയിന്റ്, എ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ പോയിന്റിലെ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ പോയിന്റ് ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ലെങ്ത്. അതായത് ഇവിടെ വരുന്നത് 80 - 20 ഡിവൈഡഡ് ബൈ 30. 80 - 20 60. 60/30 2. എയുടെ വാല്യൂ കിട്ടുന്നത് നമുക്ക് 2 ആണ്. അപ്പോൾ എ = 2. 2x+20 ax+b. അപ്പോൾ ഇതിൽ കൂടുതലും ടെമ്പറേച്ചർ തന്ന് എയും ബിയും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനാണ് 3 മാർക്കിന് കാണാറുള്ളത്. ചിലപ്പോൾ ഇനി ജനറൽ പ്രൂഫായിട്ട് ചോദിക്കാം ടെമ്പറേച്ചർ തരാതെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ സൊല്യൂഷനാണ് എഴുതേണ്ടത്. ടെമ്പറേച്ചർ തരികയാണെങ്കിൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്.